അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിട്ടോ. കണ്ണൂർ എത്തിയപാടനെ നമ്മൾ പോയത് സ്റ്റാൻഡിലേക്കാണ്. ഒന്ന് ഫ്രഷ് പോകണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ പഴശ്ശിനിക്കടവ് എത്തിയ ഇവിടെ വന്നപ്പോൾ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല, ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. ഒരു പ്രത്യേക സമാധാനം നമുക്ക് കിട്ടിയിട്ടോ. ഉള്ളിൽ ക്യാമറ ലോഡ് ഇല്ലാത്ത കാരണം അധികമൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെയും തൊഴുത് നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. ഭക്ഷണം കഴിക്കാൻ പോയെടുത്ത് ഒടുക്കത്തെ തിരക്കാണ്. ഇതാട്ടോ അവസ്ഥ. ഭക്ഷണം കഴിച്ച് നേരെ ഇറങ്ങിയത് ബോട്ടിങ്ങിലേക്കായിരുന്നു കേട്ടോ. ബോട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈവറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഉണ്ട് കേട്ടോ. ഗവൺമെൻറ്റിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ. ഏകദേശം 3 മണിക്കൂർ നമുക്ക് പോയിട്ട് വരാം. അതേസമയം പ്രൈവറ്റ് ആണെങ്കിൽ താഴെ 50 മേളിൽ 70 ജസ്റ്റ് ഒരു 1 അവറിനുള്ളിൽ എല്ലാ പരിപാടിയും കഴിയും കേട്ടോ. അവിടുന്ന് ഇറങ്ങി നേരെ പോയത് സ്നേക്ക് പാർക്കിലേക്കായിരുന്നു കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. അവിടുത്തെ ചാർജ് വരുന്നത് 50 രൂപ കേട്ടോ. 2 പേർക്കും കൂടി 100 രൂപയായി. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത് കുറേ പാമ്പുകളും ചീങ്ങണ്ണിയും മീനും പിന്നെ വംശനാശം നേരിടുന്ന കുറേ മൃഗങ്ങളെയും കാണാനുണ്ട് കേട്ടോ. ടിക്കറ്റിന് സമയപരിധിയില്ല, അതുകൊണ്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും നമുക്കുള്ളിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നേ, കാഴ്ചകളൊന്നും കാണാണ്ട്. എന്നാലും നല്ല രസമാണ് കേട്ടോ. ഉള്ളിലെ കാഴ്ചകൾ അടിപൊളിയായിരുന്നേ. മനു ഇച്ചിരി ബുദ്ധിജീവി ആയതുകൊണ്ട് അവന് പല കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ക്ലാസ് എടുക്കലും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നേ, അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിതിനെക്കുറിച്ച് നല്ല ധാരണയായിരുന്നു കേട്ടോ. സ്റ്റിക്കി നോട്ടിലൊരു നോട്ട് എഴുതി നേരെ വിട്ടത് പയ്യമ്പലം ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ, സൺസെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കണ്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ആയിട്ട് നടക്കണം. ബൈ ഗൈസ്.